അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് 20-ന് നടക്കാനിരിക്കെ അവസാനവട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ്. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാനും വർഗീയ പരാമർശങ്ങളും പൗരത്വ നിയമ ഭേദഗതിയും സജീവമാക്കുകയാണ് നരേന്ദ്രമോദിയും ബി.ജെ.പി. നേതാക്കളും. അഞ്ചാം ഘട്ടത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ പ്രചരണ വിഷയങ്ങളും മാറുകയാണ്. മോദിയുടെ ഗ്യാരണ്ടികളോ വികസന വിഷയങ്ങളോ ബി.ജെ.പിയുടെ പ്രചരണ വിഷയങ്ങളല്ല. പൂർണ്ണമായും വർഗീയ പരാമർശങ്ങളും മുസ്ലിം വിരുദ്ധ സമീപനങ്ങളും പരസ്യമാക്കി മുന്നേറുകയാണ് ബി.ജെ.പി. പൗരത്വ നിയമ ഭേദഗതിയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സജീവ ചർച്ചാ വിഷയം. ഉത്തരേന്ത്യയിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. അഞ്ചാം ഘട്ടത്തിൽ ബി.ജെ.പി. ഏറ്റവും അധികം നേട്ടം പ്രതീക്ഷിക്കുന്ന യു.പിയും ബീഹാറും മഹാരാഷ്ട്രയിലുമെല്ലാം CAA പ്രചരണ ആയുധമാക്കിയതും പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചുമാണ് മോദിയുടെ പ്രസംഗം. നാളെ പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ ദേശീയ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുറാലികളുടെ തിരക്കിലാണ്. 2 ദിവസമായി യു.പിയിൽ തുടരുന്ന മോദി ഇന്ന് മഹാരാഷ്ട്രയിലെ മുംബൈയിലും പൊതുറാലിയിൽ പങ്കെടുക്കും. യു.പിയിലും ഒഡീഷയിലുമാണ് അമിത്ഷായുടെ പ്രചരണ റാലികൾ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും മഹാരാഷ്ട്രയിലുണ്ട്. യു.പിയിലെ റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന റാലികളും നടക്കും. കൈരളി ന്യൂസ്, ദില്ലി.